മോദിയുടെ പടം കാണിച്ച് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണോ BJPയുടെ നീക്കം? കെജ്രിവാളിൻ്റെ സംശയമാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? അവർക്ക് തോന്നിയാൽ അവർ പ്രധാനമന്ത്രിയാകും. ഇയാൾക്കെന്താന്ന്? ഇയാളുടെ കാര്യം നോക്കട്ടെ. ഇയാളിപ്പോൾ ജയിലിൽ നിന്ന് പുറത്താണല്ലോ. ഇനിയിപ്പോൾ കൈവൊക്ക് പരിപാടിയില്ലേ, അപ്പോൾ അത് നാളെയോ മറ്റന്നാളോ ഈ എല്ലാവരും കൂടെ ഈ എണീക്കാൻ വയ്യാത്ത ഖാർഗെ, പവാർ, ലാലു പ്രസാദ് യാദവ് ഇവരൊക്കെ ഇപ്പോൾ സ്റ്റാൻഡ് വെച്ചാണ് നിർത്തുന്നത്. ഒരു മുക്കാലി വെച്ച് നമ്മുടെ സ്കൂളിൽ ബോർഡ് വയ്ക്കുമല്ലോ പണ്ടൊക്കെ, മുക്കാലിയിൽ. ഇപ്പോൾ ഭിത്തിയിൽ തന്നെയായി ബോർഡ്. അതിനു മുമ്പ് ഒരു മുക്കാലി വെച്ചിട്ട് അതിലാണ് ബോർഡ് വയ്ക്കുന്നത് പിള്ളേരെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ മുക്കാലി പുറകിൽ നിന്ന് ചാരി കൊടുത്താണ് ഇതുങ്ങൾ നിൽക്കുന്നത്. ഖാർഗെ പ്രായമായി, ഞാനും ഒരു കളവനാണ്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അവരെ വിമർശിക്കാം. ലാലു പ്രസാദ് യാദവ്, മല്ലികാർജുൻ ഖാർഗെ, ശരത് പവാർ, ഇവർക്കൊന്നും എണീക്കാൻ വയ്യ. കൈ പിടിക്കാനായിട്ട് എണീറ്റ് നിൽക്കണ്ടേ? ഇപ്പം ഇങ്ങനെ കുത്തിച്ചാരി നിർത്തിയിട്ട് കൈ പൊക്കുന്ന പരിപാടി, അതാണ് നാളെയോ മറ്റോ ഡൽഹിയിൽ വെച്ചിട്ടുണ്ട്. അതിലെത്ര പേര് വരുമെന്ന് എനിക്ക് സംശയമാണ്. മമതാ ബാനർജി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവർ വരില്ല, വരാതിരിക്കാനുള്ള അവർ വരില്ല. ഈ എന്തിന് ഇവനെ പൊക്കി പിടിക്കാനായിട്ട് ആർക്കെ ഇത്രയില്ല? ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ പഞ്ചാബ് മുഴുവൻ ഡൽഹിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഷ്ടിച്ച് 20 സീറ്റ്. ഇതല്ലേ കേജ്രിവാളിൻ്റെ കളി. മമതാ ബാനർജിയുടെ 39 സീറ്റാണ് ടോട്ടൽ. 42 എത്രയാണ്? 42. അതും വെച്ച് ഇവനെ നേതാവാക്കാനായിട്ട് അവർ വരുമോ? ഷീ വിൽ നോട്ട് കം. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ കം. വന്നാലും ഇവൻ്റെ ഭാഗ്യം. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഇതിനകത്ത് കെജ്രിവാൾ പറയുന്നു മോദിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യും, പക്ഷേ അമിത്ഷാ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ മോദിയാണ് വരാൻ പോകുന്നു എന്ന് കെജ്രിവാൾ സമ്മതിക്കുകയല്ലേ? അത് സമ്മതിക്കുകയാണ്, അത് തീർച്ചയായിട്ടും സമ്മതിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ? എന്തോ വലിയ സംഭവം പോലെ അമിത്ഷായെ വരുന്നു, ഈ മോദിക്ക് 75. ഒരു കാര്യം ഞാൻ പറയാം, മോദിയെ കാണിച്ചിട്ട് അമിത്ഷാ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ വർദ്ധിക്കും. ഇത് കേജ്രിവാളിന് അറിഞ്ഞുകൂടായിട്ടാണ് അമിത്ഷായുടെ റീച്ച്. അമിത്ഷാ മോദിയുടെ നിഴലിൽ പലപ്പോഴും നിൽക്കുന്നത് കൊണ്ട് അമിത്ഷായുടെ റീച്ച് മനസ്സിലാകുന്നില്ല. ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമിത്ഷാ. മോദി ഇപ്പോൾ കേരളത്തിൽ ഏഷ്യാനെറ്റിന് മാത്രമാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. ഏഷ്യാനെറ്റും കർണാടകത്തിലെ സുവർണയും ചേർത്താണ് ഇൻ്റർവ്യൂ. മലയാളത്തിലെ ഏഷ്യാനെറ്റ് നോക്കിക്കഴിയുമ്പോൾ എക്സ്ക്ലൂസീവ് ഏഷ്യാനെറ്റിന് മാത്രം അങ്ങനെയൊന്നുമല്ല, അവരുടെ കർണാടക ചാനൽ സുവർണയും കൂടെ ചേർന്നാണ്. അതെ, അതുകൂടാതെ ഒരാൾ അവരുടെ ഡയറക്ടറാണ്, രാജേഷ് കൽറയോ അങ്ങനെയാണ്. അതിലൊരു പിന്നെ പോട്ടെ, അവരുടെ തന്നെ ചാനലാണ്, അവർ ആ കളി കളിച്ചു. വേറെ ചാനലുകൾക്കൊന്നും കൊടുത്തില്ല. ബട്ട് അമിത്ഷാ 2016 എല്ലാ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തു. മലയാളത്തിലെ എല്ലാവർക്കും ധൈര്യം ഉണ്ടായില്ല ഒറ്റ ഒരുത്തിന് അമിത്ഷായുടെ മുമ്പിൽ പോയിരിക്കാൻ. ഇവർ പോയില്ല. ആരാ? സിന്ധു സൂര്യകുമാർ. ഷീ ഡിഡ് നോട്ട് ഗോ. ഏതോ ജൂനിയറിനെ അയച്ചു. മനോരമ 2 ജൂനിയർമാരെ അയച്ചു, 2 പേരെ. ഒരാൾക്ക് ധൈര്യം പോരാഞ്ഞിട്ട് 2 പേരെ. അല്ലാതെ ജോണി ലൂക്കോസൊന്നും അമിത്ഷായെ ഇൻ്റർവ്യൂ ചെയ്തില്ല. എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുത്തു. ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു മാതൃഭൂമിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തത്. ഈ പറഞ്ഞ ഒരു സാധനവും ഇവർ അമിത്ഷായോട് ചോദിച്ചില്ല. ഭരണഘടന തകരുന്നു, മതേതരത്വം തകരുന്നു, ഇതൊക്കെ ചോദിക്കണ്ടേ? അമിത്ഷായെ പേടിയാണ്, കെജ്രിവാളിനും പേടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അമിത്ഷാ വരും കേട്ടോ, വരും എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അമിത്ഷായ്ക്ക് മോദിയേക്കാൾ റീച്ചുണ്ട്. ബട്ട് ഹീസ് കൺട്രോളിങ് ഹിംസെൽഫ്. ഒരു പ്രധാനമന്ത്രി നയിക്കുമ്പോൾ ഞാൻ അതിനേക്കാൾ വലിയ ഷൈനിങ് കളിക്കരുത് എന്നുള്ള ഔചിത്യം അമിത്ഷായ്ക്കുണ്ട്. അതുകൊണ്ട് മോദി വന്നു കഴിഞ്ഞാൽ ഫലത്തിൽ അമിത്ഷാ 2 ദിവസം കഴിയുമ്പോൾ മോദി മാറി അമിത്ഷാ വരും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വർദ്ധിത വീര്യത്തോടെ കൊള്ളാം ഇരിക്കട്ടെ. കെജ്രിവാളിന് എന്താ പേടി? കേജ്രിവാളിന് പേടി ഉണ്ടായിട്ടില്ല. അയാൾക്ക് പേടിയും നാണമൊക്കെ പണ്ടേ നഷ്ടപ്പെട്ടു. ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയണം. ഇപ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഈ ഇടക്കാല ജാമ്യം കിട്ടിയല്ലോ, അതിനൊരു ഷോ നടത്തണം. സുനിലെ, ഞാൻ ഡൽഹിയിൽ എനിക്കറിയാവുന്നവർ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു ഈ കേജ്രിവാളിന് 10 ആളെ കൂട്ടാനുള്ള ചില പോക്കറ്റ്സ് ഉണ്ട്, അവിടെ ചില ഷോ നടത്തുകയാണ് കേജ്രിവാൾ. അതിനപ്പുറത്ത് ഡൽഹിക്ക് യാതൊരു അനക്കവുമില്ല. ഇയാളൊരു കള്ളനാണ് എന്ന് ഏകദേശം ഡൽഹിക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തൊക്കെയൊക്കെ തരികിട കളിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിങ്ങനെ
കീഴ്ക്കോടതി നിഷേധിക്കുക, ഹൈക്കോടതി നിഷേധിക്കുക, പിന്നെ സുപ്രീം കോടതി പോട്ടെ എന്ന് പറഞ്ഞിട്ട് 21 ദിവസത്തേക്ക് തുറന്നു വിടുക, ഇതല്ലേ കേജ്രിവാളിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ശരിയായ പോക്കൊന്നുമല്ല എന്ന് ഡൽഹിക്കാർക്കറിയാം. ഡൽഹിയിലെ 7 സീറ്റിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അത് 7ഉം BJP കൊണ്ടുപോകും. പഞ്ചാബിൽ ഇയാൾ കോൺഗ്രസിൻ്റെ വോട്ട് കുറേ മേടിച്ചെടുക്കും. പഞ്ചാബിലും BJPക്ക് ഗുണമാകും കേജ്രിവാൾ പുറത്തു വന്നത്. പക്ഷേ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സംശയം, കേജ്രിവാൾ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ. കാരണം BJPയിൽ മോദിക്ക് ശേഷം മോദി ഉണ്ടാക്കിയ ഒരു നോമാണ് 75 വയസ്സിൽ റിട്ടയർമെൻ്റ് എന്നുള്ളത്. ഇല്ല, ഞാൻ ഈ നുണ കുറേ കാലമായി ഞാൻ കേൾക്കും. കുറേ കാലമായി ഈ നുണ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. അത് യശ്വന്ത് സിൻഹ പുറത്തുപോയ ആളല്ലേ പറഞ്ഞത്. BJPക്കകത്ത് BJPയുടെ ഭരണഘടനയൊക്കെ പോട്ടെ, ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് കാണിച്ചതാണ്. 75 വയസ്സായതുകൊണ്ട് ഇന്ന ആൾക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ്. യശ്വന്ത് സിൻഹ പറയുന്ന അയാളെ അങ്ങനെ ഒഴിവാക്കിയെന്നാണ്. അങ്ങനെ ഒഴിവാക്കിയെന്ന് അയാൾ പറഞ്ഞാൽ പോരല്ലോ, ഇവർ പറയണ്ടേ. ഈ പുറത്തു പോയ ആൾ അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ആൾ പല കുറ്റവും പാർട്ടിയെപ്പറ്റി പറയും. പാർട്ടി അയാളെപ്പറ്റി എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്വാനി, മുരളി മനോഹർ ജോഷിയോ 75 ആയതുകൊണ്ടല്ല. മോദി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിരുന്നില്ലേ? 2013 ഗോവ കോൺക്ലേവിൽ മോദിയെയാണ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് BJP തെരഞ്ഞെടുത്തത്. അന്ന് അദ്വാനി ഉടക്കി കാര്യമൊക്കെ ശരി. അത് കഴിഞ്ഞ് എത്തിയ ഫോർമുലയിൽ മോദി തന്നെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ഒക്കെ അവർക്ക് ഒരു പ്രൊമിനൻറ്റ് പൊസിഷൻ കൊടുക്കാം. അങ്ങനെയാണ് ഈ മാർഗദർശക് മണ്ഡൽ എന്ന് പറയുന്നത്. വാട്ട് എവർ ദാറ്റ് മേ മീൻ. അപ്പോൾ അവർ പതുക്കെ വയസ്സാകുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അവരെ ഒഴിവാക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഓപ്പൺ നോൺ ടു എവരിബഡി. നമ്മുടെയൊക്കെ കൺമുമ്പിലല്ലേ ഇത് സംഭവിച്ചത്. പക്ഷേ അപ്പോഴേ എന്നാൽ BJP ക്ലാരിഫൈ ചെയ്യണ്ടേ 75 വയസ്സല്ല, അതുകൊണ്ടല്ല. ആരും ക്ലാരിഫൈ ചെയ്യാൻ യു ഡോണ്ട് നോ എനി എക്സ്പ്ലനേഷൻ. ഞാൻ പറയട്ടെ, ഞാൻ ഈ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരാളെ എടുക്കുമ്പോൾ അയാളെ എന്തിനെടുത്തു എന്ന് നരേന്ദ്രമോദിക്ക് പാർട്ടിക്കുള്ളിൽ വേണമെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാം. ബാക്കി നാട്ടുകാരുടെ അടുത്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, പത്രക്കാരുടെ അടുത്തും കൊടുക്കേണ്ട കാര്യമില്ല. ഇവർ ഈ 75 വയസ്സ് പറയുമ്പോൾ 2014-19 മോദി ക്യാബിനറ്റിൽ 75 വയസ്സ് കഴിഞ്ഞ ആളുണ്ട്. ഫോർ എക്സാമ്പിൾ കൽരാജ് മിശ്ര. അങ്ങനെയൊക്കെ 75 കഴിഞ്ഞിരുന്നു. അപ്പോഴേ ഈ 75 എന്ന് പറഞ്ഞ് വർത്തമാനം പറയുന്നുണ്ട്. ഈ 75 വയസ്സ് കഴിഞ്ഞ ആളുണ്ടായിരുന്നു. പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അല്ലേ, പൊതുധാരണ നിങ്ങളുണ്ടാക്കി വെച്ചതിന് മോദി ഉത്തരവാദിയാകുന്ന എങ്ങനെയാണ്? നിങ്ങളൊരു ധാരണ ഉണ്ടാക്കുക, എന്നിട്ട് ആ ധാരണ മോദി തെറ്റിച്ചു എന്ന് പറയുക. വാട്ട് ഈസ് ദിസ്? BJPക്ക് ഒരു പങ്കുമില്ല. ഇല്ല, ഞാനതല്ലേ പറയുന്നത്. ഒരു വോയിസ് ക്ലിപ്പ് ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും മോദി, അമിത്ഷാ, അല്ലെങ്കിൽ നഡ്ഡ, BL സന്തോഷ്, അന്നുണ്ടായിരുന്ന സെക്രട്ടറി V സതീഷ്, ആരുടെയെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കാണിച്ചു തന്നാൽ മതി, ഞാൻ സമ്മതിക്കാം. 75 ഇയേഴ്സ് എന്ന് പറഞ്ഞ ഭരണഘടനയിലില്ല എന്ന് പറയുന്നുണ്ട്. ഭരണഘടനയിലും ഇല്ല, ഭരണഘടനയിൽ പണ്ടേ ഇല്ല. സോ നിങ്ങൾ 75 വയസ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നിയമം ഉണ്ടാക്കി, എന്നിട്ട് അത് താൻ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ പെടലേക്ക് കയറാതെ. അല്ല, അതിനിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മോദി ലംഘിച്ചെങ്കിൽ കേജ്രിവാളിൻ്റെ എന്താ? അല്ല, മോദി ലംഘിച്ചെങ്കിൽ മോദി ഓവ്സ് ആൻ എക്സ്പ്ലനേഷൻ. പക്ഷെ മോദി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല, എന്ന് പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല, മോദിയും ചെയ്തിട്ടില്ല. ഇതിലൂടെ ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യമിടുന്നത് എന്താ? ഇത് തന്നെ. ഇപ്പോൾ മോദി 15 ലക്ഷം രൂപ പോക്കറ്റിലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞൊരു അതിപ്പോഴും പറഞ്ഞു. അത് കൊടുത്തില്ലെന്ന് കേജ്രിവാൾ അത് പറയും. ഹിന്ദി അറിയാവുന്ന കേജ്രിവാളും പറഞ്ഞു. അത് പറയും. അയാൾക്ക് ഇത് അറിഞ്ഞുകൂടായിട്ടല്ലല്ലോ ഈ ഗുണ്ടടിക്കുന്നത്. അതുപോലെ ഈ 15 ലക്ഷം കഥ പോലെയാണ് 75 വയസ്സ്. ഒരു കാര്യമുള്ളൂ, ഒരു കാര്യമില്ല. ആബ്സല്യൂട്ട്ലി നോ മെറിറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ മോദി ഹിമാലയത്തിലേക്ക് പോകും, സന്യസിക്കും എന്നൊക്കെയാണ് ആളുകൾ ഇങ്ങനെ എത്രയോ അഭ്യൂഹങ്ങൾ. ഇങ്ങനെ മോദി 75 വയസ്സാകാൻ നിൽക്കുന്നത് എന്തിനാ? അതിന് മുമ്പേ പോയിക്കൂടെ? ഹിമാലയത്തിൽ കയറ്റില്ലേ 75 വയസ്സ് കഴിയാത്തവരെ? ഇറ്റ് ഈസ് ഹിസ് ഓപ്ഷൻ. അങ്ങനെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മേരാ കുച്ച് നെയ്യ് മേ തൈലാലേക്ക് ചലാ ജാഊംഗാ. ഇതിലൊരു കാര്യമില്ലെങ്കിൽ എന്തിനാണ് പെട്ടെന്ന് അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ വന്നിട്ട് അല്ല മോദി തന്നെയാണ് തുടരും, അതിനുശേഷവും തുടരും എന്നൊക്കെ പറയുന്നത്? മൈൻഡ് ചെയ്ത് വിട്ടാൽ പോരെ? അല്ല, വെൻ എ പൊളിറ്റിക്കൽ ഇഷ്യൂ ഈസ് റേസ്ഡ്, you have two options. One, to react to that. Number two, not to react to that.
ദിസ് ദേ ഫെൽ ദിസ് ഈസ് ടു ബി ഒരുപാടായി ഈ വിലിഫിക്കേഷൻ ക്യാമ്പയിൻ. സോ ദേ വാണ്ടഡ് ടു റിബട്ട് ഇറ്റ്, ദാറ്റ് ടു ഡ്യൂറിങ് ഇലക്ഷൻസ്. ഇലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരൊന്നും മിണ്ടാതിരുന്നേനെ. ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കുറേ നാളായാലോടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരി, അത് ശരിയല്ല താൻ പറഞ്ഞേക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എത്രയോ വീഡിയോ ചെയ്തു. നമ്മൾ ആരെങ്കിലും 75 വയസ്സ് ചർച്ച ചെയ്തു? ഇല്ല. ഇന്നിപ്പോൾ വന്നു ചർച്ച ചെയ്തു. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിന് BJP ആൻസർ ചെയ്തു. അമിത്ഷാ പറഞ്ഞു, രാജ്നാഥ് സിംഗ് പറഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മോദി അധികാരത്തിൽ വന്നാൽ ഉടനെ യോഗിയെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കമൻസ് ഇല്ല. അത് കമൻറ്റ് ചെയ്യേണ്ട സാധനമല്ല. അത് കമൻറ്റ് ചെയ്യേണ്ട സാധനമല്ല. അത് യോഗിക്ക് ഒരു വിലയില്ലേ? യോഗിക്ക് വിലയുണ്ട്, അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാത്തത്. ദേ ഡോണ്ട് വാണ്ട് ടു പുട്ട് യോഗി അണ്ടർ ഡിസ്കഷൻ. വൈ ഷുഡ് ദേ? കാരണം ഇപ്പോൾ മോദി അധികാരത്തിൽ വന്നു. മോദി അധികാരത്തിൽ വന്നാലും യോഗിയെ ഞങ്ങൾ മാറ്റില്ല എന്ന് പറയുന്നു. നാളെ മാറ്റേണ്ടി വന്നു. അപ്പോൾ പിന്നെ തിരിച്ചു, നിങ്ങളല്ലേ പറഞ്ഞു മാറ്റില്ല, ഇപ്പം എന്തിനു മാറ്റി എന്നൊക്കെ പറഞ്ഞു. ഇതുപോലത്തെ ഈ ട്രാപ്പിലൊന്നും ചെന്ന് പറയില്ലേ, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് എന്നും പറയും. പറഞ്ഞോട്ടെ മാറ്റിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊന്നും പറയാം. നിങ്ങൾ ഈ മോദിയെ മാറ്റാനും യോഗിയെ മാറ്റാനും ഒക്കെ നോക്കാതെ കേജ്രിവാളെ ഡൽഹിയിലോ പഞ്ചാബിലോ 10 വോട്ടുണ്ടാക്കാൻ നോക്കും. ആ വോട്ടുണ്ടാക്കും കേജ്രിവാൾ, അത് കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും. പക്ഷെ എന്നാലും ഇത് നാഷണൽ ലെവലിൽ ചർച്ചയാകുമല്ലോ. ഇതിനു മുമ്പ് ചർച്ചയായിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പ്. സുമിത്ര മഹാജൻ മധ്യപ്രദേശിലാണ്, അവർ സ്പീക്കറായിരുന്നു. 14-19 തങ്കപ്പെട്ട ഒരു സ്ത്രീ, ഒരമ്മ, എത്ര സ്നേഹത്തോടെയും കാര്യത്തോടെയും ലോക്സഭാ സ്പീക്കറായിരുന്നു. അവർക്ക് 2019 സീറ്റ് കൊടുത്തില്ല. അന്നും ഈ 75 ഇട്ട് കളിച്ചു. 75 അതുകൊണ്ടാണ് അമ്മച്ചിക്ക് സീറ്റ് കൊടുക്കാത്തത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴാണ് അമ്മച്ചിക്ക് 75 ആയതെന്ന് തോന്നുന്നു. 75 അവരുടെ നേരത്തെ കഴിഞ്ഞിരുന്നു. ബട്ട് ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കൊടുത്തില്ല. കൊടുത്തില്ല. അതിന് ഈ 75 ബന്ധമൊന്നുമില്ല. ഇതാദ്യം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? സുബ്രഹ്മണ്യൻ സ്വാമിയെ മിനിസ്റ്ററാക്കിയില്ല. അന്നാണ് ഈ ആദ്യം 75 പറഞ്ഞത്. അത് 75 തികയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതും ശരിയായിരുന്നില്ല. 75 തികയാത്തതുകൊണ്ട് മറ്റ് പല റീസൺസ് കൊണ്ടായിരിക്കാം പുള്ളിയെ മിനിസ്റ്റർ ആക്കുകയോ ആക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. വേറെ കൺസിഡറേഷൻ വെച്ചാണ്. വയസ്സ് ഒരു കൺസിഡറേഷനേ ആകുന്നില്ല. അങ്ങനെ ആയെങ്കിൽ കൽരാജ് മിശ്ര എന്ന് പറയുന്ന വലിയ അങ്ങനെ അറിയപ്പെടുന്ന ഒരു മന്ത്രിയോ അത്ര വലിയ കഴിവ് തെളിയിച്ച ആളോ ഒന്നുമല്ല. യു പിയിലെ ഒരു ഹെവി വെയിറ്റ് ആയിരുന്നു കൽരാജ് മിശ്ര. യു പി അസംബ്ലി നിയമസഭയിലും മന്ത്രിയായിരുന്നു, കേന്ദ്രത്തിലും മന്ത്രിയായിരുന്നു. കൽരാജ് മിശ്ര അപ്പോഴും മോദിയുടെ മന്ത്രിസഭയിലുണ്ട്. 75 കഴിഞ്ഞ ആളായിട്ട്. 77-78 ആയിരുന്നു കൽരാജ് മിശ്രയ്ക്ക് അപ്പോൾ. സോ കൽരാജ് മിശ്ര ക്യാൻസൽസ് ഓൾ ദീസ് ബ്ലഫ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് എത്ര വയസ്സുണ്ട്? കേരള മുഖ്യമന്ത്രിക്ക് 78 അല്ലേ? ഇവിടെ അങ്ങനെ തീരുമാനമുണ്ട് പാർട്ടിക്ക്? ഉണ്ടോ? പിന്നെ തീരുമാനം 75 വയസ്സാൽ കഴിഞ്ഞാൽ മത്സരിക്കാൻ പാടില്ല എന്ന്. അതിപ്പോൾ ആ തീരുമാനം ഇയാൾക്ക് ബാധകമല്ല. ഞാൻ സുനിലിനോട് എപ്പോഴും പറയാറുള്ള ഉദാഹരണമില്ലേ, നോ അഡ്മിഷൻ എന്ന് പോസ്റ്റ് ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കാണ്, പോസ്റ്റ് മാസ്റ്റർക്കല്ല. പോസ്റ്റ് മാസ്റ്റർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം നടക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ് മോദിയിൽ നിന്ന് സ്ഥാപിക്കാനാണ് ശ്രമം. അത് സ്ഥാപിച്ചോട്ടെ. പക്ഷേ ഇവിടെ ഇവരുടെ പാർട്ടി തീരുമാനമുണ്ട്, അവിടെ അവർക്ക് പാർട്ടി തീരുമാനം ഇല്ല. പക്ഷേ ഏതായാലും ഈ ചർച്ച കൊണ്ട് മോദി തന്നെയാണ് വരാൻ പോകുന്നത് എന്നതാണ്ട് ഉറപ്പിക്കാൻ പറ്റിയല്ലേ? അല്ല, അത് നേരത്തെ തന്നെ. അല്ലെങ്കിൽ പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് ആ മനുഷ്യൻ സ്വന്തം വാഗൊണ്ട് കേരളത്തിൽ വന്ന് മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി, അല്ലാതെ അമിത്ഷായുടെ ഗ്യാരണ്ടി എന്നല്ലല്ലോ പറഞ്ഞു. കേജ്രിവാൾ പറയുമ്പോൾ BJPയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ല, NDAയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ല, മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. അത് മോദി വരുന്നതുകൊണ്ടല്ലേ. അമിത്ഷാ ആണെങ്കിൽ അമിത്ഷായുടെ ഗ്യാരണ്ടി എന്ന് പറയുമല്ലോ. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സകല ഉത്തരവാദിത്വവും മോദി ഏറ്റെടുത്തുകൊണ്ടാണ്. കാരണം ഇവർ എല്ലാ കാര്യത്തിനും കുറ്റം പറയുന്നത് മോദിയാണല്ലോ. മഴ പെയ്താൽ മോദിക്ക് കുറ്റം, മഴ പെയ്തില്ലെങ്കിൽ മോദിക്ക് കുറ്റം, ആരെന്ത് ചെയ്ത് കഴിഞ്ഞാലും മോദിക്ക് കുറ്റം. മോദി അതങ്ങ് ഏറ്റെടുത്തു, അതെ എൻ്റെ കുറ്റമാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. ലെറ്റ് സീ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു നോക്കാം. സോ ഇറ്റ് വാസ് ഓബ്വിയസ് ദാറ്റ് മോദി ഈസ് ഗോയിങ് ടു കം ബാക്ക്. അതിന് പിന്നെ ഈ 75 വയസ്സായാലും എന്താ, 76 വയസ്സായാലും എന്താ? അപ്പോൾ ഓരോ വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഡെസ്പറേറ്റ് ആണ്.
ഇനി മോദിയുടെ ഷർട്ടിനെ ചൊല്ലിയുള്ള വാർത്തയായിരിക്കും അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഉറപ്പായിരുന്നു. വരും അത് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷർട്ട് കൂണ് 36,000 രൂപയുടെ 36,000 രൂപയുടെ കൂണ് വരും ദിവസങ്ങളിൽ കേൾക്കാം. മോദിയുടെ ഒരു കാലെവിടെയെങ്കിലും ഇടറുക, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇടറി, മോദി കിടറി എന്ന് പറയാം. ഇടറി. ഏതായാലും നമുക്ക് വാർത്തകൾ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.